ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മഴ ഇതില്ലേ, നമ്മളിപ്പോൾ ഇന്ന് ഇൻട്രോ പറയുമ്പം കുറച്ചൊരു ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ചെറിയൊരു വിഷമമുണ്ട്. അപ്പം എന്താന്ന് പറഞ്ഞുതരാം. ഇതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഇതവിടെ ഓ മാത്രമേ ഉള്ളൂ. കുറേ കുട്ടികളുണ്ടായിനി, ഇതൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഓന് ഇതെന്താട്ടി ഓൻ്റെ ചെങ്ങന്മാരെ കൂടെ ഓൻ കളിക്കാൻ പോകാറുണ്ട്, ഓൻ പോയി. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കൽ എന്തായി, ഇവിടെ നിന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയാണ്ട് പിന്നെ അങ്ങോട്ട് എടുത്തിട്ടാ എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയൊക്കെ സെറ്റായി നിൽക്കുമ്പം ഒരാൾ പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം എന്താ പറയുക, ഭയങ്കര ഒരു എന്തോ ഒരു ഇടങ്ങേറ്. ഓന് കളിക്കാനറിയണോ ചെങ്ങന്മാരെ കൂടെ പോയി, കുഴപ്പമില്ല, ഓൻ പോട്ടെ അല്ലേ. അപ്പം ആദ്യമനോട് നമ്മളിന്നാ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞപ്പം ഓൻ പോയില്ല അല്ലേ. അപ്പോൾ ഓൻ ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കൂടെ നിന്ന്. അല്ലെങ്കിലും ഇവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞാൽ അല്ലേ, ഞാൻ പറഞ്ഞാൽ ഓനെ കേൾക്കും. അതാണ് ആദ്യമന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്തിനി. ഒരു സംഭവം ഉണ്ടായിനി, അത് ആദ്യമനും അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്, ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യാണ്, ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അതല്ലാതെ വേറെ ഇതില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കുമ്പോൾ ഈ പണി കാട്ടിയാൽ എങ്ങനെ ഉണ്ട്, ഓൻ ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ അടുത്തേക്ക് വരുമ്പം ബാക്കിയുള്ള ഞാൻ അതിനനുസരിച്ച് ഞാൻ കൊടുക്കുക. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ എപ്പോഴും പറയലുണ്ട്, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകണം, കളിക്കാൻ എനിക്ക് സമയം തരും എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓൻ കളിക്കാൻ കയറാനാണ് പോയപ്പോൾ വീഡിയോ എടുക്കാൻ ഒരുങ്ങിക്കുമ്പോഴാട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഇടങ്ങേറ്, പോയപ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറ്. അപ്പോൾ ഇത് പിടിച്ചാൽ മതി അവനെ ഞാനേ. അപ്പം എന്താന്നല്ലേ, ക്യാൻസൽ ചെയ്യാൻ പോണ സംഭവം വേറൊന്നുമല്ല. നമ്മൾ വണ്ടർല, അതായത് കൊച്ചിയിലുള്ള വണ്ടർല, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വണ്ടർല പാർക്ക്, ആ പാർക്കിക്ക് നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഒന്നല്ല, ഞങ്ങൾ 6 ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. വണ്ടർല പാർക്ക് നിങ്ങൾക്ക് അറിയില്ലേ, മറ്റേ വാട്ടർ തീം പാർക്ക്. അപ്പോൾ ആ പാർക്കിലേക്ക് ഞാൻ ബുക്ക് ചെയ്തതിൻ്റെ ടിക്കറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പോവാണ് കേട്ടോ സംഭവം. അപ്പം ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് ഓൻ അറിയൊന്നുമില്ല, പക്ഷെ ഈ വീഡിയോ കാണുമ്പോഴേക്കാരം ഓന് സംഭവം മനസ്സിലാവുക. അപ്പം സംഭവം ക്യാൻസലായി. ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സംഭവം തന്നെ അല്ല കേട്ടോ അത് ക്യാൻസൽ ചെയ്തു. നമ്മൾ സംഭവമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്തൊരു സംഭവം ഇപ്പോൾ ന്യൂസിൽ ഇതാക്കണ കണ്ട്, വേൾഡ് കപ്പാണ് അല്ലേ, വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. ഫൈനലിന് അർജന്റീന സ്പെയിനും. ഏതാ ടീം? അർജന്റീന. അപ്പം ഫൈനൽ കാണാൻ വേണ്ടി നമ്മളെ കുട്ടികൾക്കൊക്കെ കൂടെ എന്താണ് സ്കൂളിൽ ലീവ് കൊടുത്ത് കളി കണ്ടാണ്ട് ഇനി സുഖമായിട്ട് ഒരു 3-3:30 ആവും, 3 മണിയൊക്കെ കളി കഴിയാൻ. എക്സ്ട്രാ മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആവും. പിന്നെ കപ്പ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ കൂടെ കഴിഞ്ഞ് കിടക്കുമ്പോൾ 4 മണി കഴിയും. ആ 4 മണിക്ക് കിടന്നാണ്ട് രാവിലെ നീച്ച് സ്കൂൾക്ക് പോകാറുള്ള ടാസ്ക്കാണ്. ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ പണിയാണ്. അപ്പോൾ സ്കൂൾ ലീവ് കൊടുത്ത് എന്തായാലും നല്ലൊരു തീരുമാനമാണ്. പക്ഷേ നമ്മളെ കറണ്ട് മന്ത്രി ഇനി കറണ്ട് പണി മുടക്കാന്നാൽ മതി. ഇനി ആ നേരത്തെ എങ്ങാനും കറണ്ട് പോയാൽ മറ്റേ ഡാമിൽ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കറണ്ട് പോയി കഴിഞ്ഞാലുള്ള ഉണ്ടല്ലോ, അത് വിവരം അറിയും, അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അപ്പോൾ കളിയിൽ ഇന്ന് നമ്മളെ ടീം അർജന്റീന എന്തായാലും ജയിക്കും. ഒരു 3-1 ജയിക്കും. അതിൽ 2 ഗോള് മെസ്സി അടിക്കും, 1 അസിസ്റ്റ് മെസ്സിക്ക് ഉണ്ടാവും. അതാണ് നടക്കാൻ പോണത്. എന്നിട്ട് എംബാപ്പൻ്റെ മേലെ ഈ ഒരു ഫൈനലോട് കൂടിയിട്ട് മെസ്സി കയറും. വീണ്ടും ചരിത്രം അതേപോലെ നിലനിർത്തും മെസ്സി. നമ്മൾ ഇനി മുതൽ വ്ളോഗിൽ കുറച്ച് സംഭവങ്ങളും കൂടി ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഗെയിംസും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് മറ്റേ എന്തേലും പറയല്, എന്താ ആദ്യമേനു പറയല്, നമ്മൾ ചലഞ്ചുകളൊക്കെ നമ്മൾ ഇനി ഉൾപ്പെടുത്താൻ പോവാണ് കേട്ടോ. ഇനി മുതലുള്ള അങ്ങോട്ട് മഴക്കാലൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. എത്രത്തോളം സക്സസ് ആവും അറിയില്ല അല്ലേ. കഴിയണ മാതിരിയൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും അല്ലേ. സെറ്റ് അല്ലേ? ഏത് ചലഞ്ചും നമ്മൾ ഏറ്റെടുക്കും അല്ലേ, ഉറപ്പല്ലേ? ഇങ്ങനത്തെ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടിച്ചാലുള്ളത്.
അപ്പം നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.